തിരുവനന്തപുരം പൂജപ്പുരയിലേക്ക് എത്തിയാൽ ലഹരി സംഘം പ്രശ്നമുണ്ടാക്കിയതിനെ തുടർന്ന് ആ സ്ഥലത്ത് എത്തിയ SIക്ക് കുത്തേറ്റു. SI സുബീഷിനാണ് കുത്തേറ്റത്. ഗുണ്ടാ നേതാവ് ശ്രീജിത്ത് ഉണ്ണിയാണ് ആക്രമിച്ചത്. അഷിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അഷിൻ, ലഹരി ഉപയോഗിക്കുക മാത്രമല്ല ആക്രമണവും ഉണ്ട്. റോഷിനി, അതുതന്നെയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി വലിയ രീതിയിലുള്ള പരിശോധനയാണ് സംസ്ഥാനത്ത് ലഹരിയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഓപ്പറേഷൻ ഡി ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. മാത്രമല്ല സംസ്ഥാനത്ത് മറ്റ് യൂണിറ്റുകളുടെ നേതൃത്വത്തിലേക്ക് വലിയ രീതിയിലുള്ള പരിശോധനകളും ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് കൈമാറുകയും ചെയ്തു വരികയാണ്. വലിയ രീതിയിൽ ശക്തമായി തന്നെ ലഹരിക്കെതിരെ അത് വഴിയടയ്ക്കാനുള്ള പരിശോധനകളും നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇത്തരത്തിൽ ലഹരി കടത്തു മാത്രമല്ല ഇത് തടയാൻ ശ്രമിക്കുന്നവർക്കെതിരെയുമുള്ള അക്രമ സംഭവങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ആശങ്ക ജനിപ്പിക്കുന്ന വാർത്തയും. കാരണം ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ ആവർത്തിച്ചു വരുന്ന സംഭവങ്ങൾ എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സംഭവിച്ചതാണ്. SIക്ക് തന്നെയാണ് ഒരു കുത്തേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. പൂജപ്പുര SI സുധീഷിനാണ് ലഹരി സംഘത്തിന്റെ ഗുണ്ടാ തലവന്റെ അടക്കം കുത്ത് ഏറ്റിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വയറ്റിലേക്ക് കുത്താനായിരുന്നു ശ്രീജിത്ത് ഉണ്ണി എന്ന ഗുണ്ടാ നേതാവ് ശ്രമിച്ചത്. പക്ഷെ അത് തടയുന്നതിനിടെ കൈകൊണ്ട് പിടിച്ചു. ആ പിടിക്കുന്ന സമയത്ത് കയ്യിലൂടെയാണ് കത്തി കയറി ഇറങ്ങുന്നത്. 9 സ്റ്റിച്ചുണ്ട് അദ്ദേഹത്തിന് എന്നുള്ളതാണ്. അദ്ദേഹം ആ കത്തി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വയറ്റിലേക്കായിരുന്നു ആ ഒരു കത്തി എയിം ചെയ്തിരുന്നത് എന്നുള്ളതാണ്. ഇത് ഇന്നലെ 9 മണിയോടുകൂടിയാണ്, രാത്രി 9 മണിയോടുകൂടിയാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പാലോട് മിലിറ്ററി ക്യാമ്പിനടുത്തായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. ലഹരി ഉപയോഗിച്ച് ചില ആളുകൾ സ്ഥലത്ത് പ്രശ്നമുണ്ടാക്കുന്നു എന്നൊരു വിവരം ലഭിച്ചതിനെ തുടർന്നാണ് SI സുധീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം ആ സ്ഥലത്തേക്ക് എത്തി പരിശോധന നടത്തുന്നത്. ഈ പരിശോധനയ്ക്കിടെ ഇയാൾ പ്രകോപിതനായി ആവുകയും പോലീസിന് നേരെ മർദ്ദിക്കാൻ ശ്രമം നടത്തുകയുമായിരുന്നു. ഇതിനിടയിലാണ് അരയിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് ഈ പോലീസ് ഉദ്യോഗസ്ഥനെ കുത്തി പരിക്കേൽപ്പിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ഇന്ന് മാത്രം കേട്ടൊരു വാർത്തയല്ല, ഉദ്യോഗസ്ഥരാണ്. അതായത് ഈ വിവരം കിട്ടിയ സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ആ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ആക്രമണത്തിന് വിധേയരാവുന്നത്. ഇതിനു മുൻപും കേട്ടു. നമ്മൾ ഈ കഴിഞ്ഞ ദിവസവും ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്ന വാർത്തയാണ് കേട്ടത്. അപ്പോൾ എന്താണ് പിന്നെ ചെയ്യുക എന്നുള്ള ചോദ്യം ഇങ്ങനെ നിൽക്കുന്നു.